ഹായ് ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. എങ്കിലും പറഞ്ഞ ഗുഡ് മോർണിംഗ് തിരിച്ചെടുക്കുന്നില്ല. എനിക്ക് നല്ല പനി ആയതുകൊണ്ടാണ് എൻ്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസം വരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. പുതപ്പൊക്കെ കിടന്ന പടുതിക്ക് കിടക്കാതൊക്കെ ഞാനൊന്ന് മടക്കി ഒതുക്കി വെക്കുന്നുണ്ട്. കുഞ്ഞാവയുടെ ഈ പാവക്കുട്ടി വർഷം കുറേ ആയി ആ മൂലയ്ക്ക് ഇരിക്കുന്നെങ്കിലും അത് അവിടെ ഇരിക്കുന്ന കണ്ടില്ല, ഒരു സമാധാനമില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് അടിച്ച് വരുന്നുണ്ട്. ആദ്യം തന്നെ ഹാളൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി, പിന്നെ തുടച്ച്. എന്നും ഒന്നും ഇങ്ങനെ ചെയ്യത്തില്ല. തുടയ്ക്കുന്നത് 2 ദിവസം കൂടുമ്പോഴൊക്കെ ഉള്ളൂ. നമ്മളിപ്പോൾ ഇന്ന് തുടച്ചിട്ട് 2 ദിവസത്തേക്ക് നമ്മൾ അഴുക്ക് പറ്റിക്കാതെ ഞാൻ നല്ല രീതിക്ക് ശ്രദ്ധിക്കും. അപ്പോൾ 2 ദിവസം കൂടുമ്പോൾ തുടച്ചാൽ മതി. അപ്പോൾ തൂത്ത് വൃത്തിയാക്കി തുടച്ചൊക്കെ ഇട്ടിരുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഈ ലോങ് വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനും ഭയങ്കര മടിയാവും. മെയിനായിട്ട് ഇതിനകത്തിൽ വോയിസ് കൊടുക്കണ്ടേന്ന് ഭയങ്കര ഓർത്തിരിക്കും. വീഡിയോ എടുക്കാനൊരു മടിയില്ല, പക്ഷേ വോയിസ് കൊടുക്കാൻ ഭയങ്കര മടി. അത് കാരണമാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. അങ്ങനെ ഹാളെല്ലാം തുടച്ച് വൃത്തിയാക്കി എല്ലാം ഒതുക്കി പെറുക്കി വെക്കുന്നുണ്ട്. രാവിലത്തെ ഈ ജോലിയെല്ലാം അവർ രണ്ടാളും പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് കുറേ തുണി അലക്കാനുണ്ടായിരുന്നു. ഇന്നലെ തുണി അലക്കാനുണ്ട്, ഇന്ന് കുറേ അധികം അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം പെറുക്കി അലക്കാൻ കൊണ്ടുവന്ന് വെച്ചേ. എനിക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ എല്ലാ റൂമിൻ്റെയും ജനൽ തുറന്നിടും. എനിക്കിങ്ങനെ വെട്ടം അകത്തോട്ട് കയറിയില്ലെങ്കിൽ എന്തോ പോലെ കട്ടനെല്ലാം നീക്കിയിട്ട് എല്ലാ ജനലും തുറന്നിട്ട് നല്ല രീതിക്ക് വെട്ടം അകത്ത് കയറുന്ന രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഞാൻ തുറന്നിടുവേ. അപ്പോൾ ഒരു വെട്ടം കിട്ടുമ്പോൾ ഒരു ആശ്വാസം. കട്ടനൊക്കെ നീക്കിയിട്ട് കഴിയുമ്പോൾ ഒരു ശ്വാസം മുട്ടൽ പോലെ തോന്നും എനിക്ക്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അങ്ങനെ ഈ പണിയുടെ ഇടയ്ക്ക് രാവിലെ ഞാൻ മോളെ കൊണ്ടുവിട്ടിട്ട് അന്നേരം മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല മത്തിയായിരുന്നു കിട്ടിയത്. അങ്ങനെ മത്തി കറി വെച്ചായിരുന്നു. അതിന് ഈ പണിയുടെ ഇടയ്ക്ക് കറിയും ആയിട്ടുണ്ട്. പിന്നെ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേ. ഈ പ്രാവശ്യം എനിക്ക് വന്ന പനി ഒരു 1.5 പനിയായിപ്പോയി. എത്ര ദിവസമായിട്ടും അതങ്ങോട്ട് മാറുന്നതുമില്ല, കുറയുന്നതുമില്ല. മരുന്ന് കഴിച്ച് ഇഞ്ചക്ഷൻ എടുത്ത് ഞാനൊരു വഴിയായി. ആദ്യം പനി വന്ന് ഹോസ്പിറ്റലിൽ പോയി ഒരു ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് മരുന്നും കഴിച്ച് വന്ന് ഒന്ന് കുറഞ്ഞ് വന്നതായിരുന്നു. പിന്നെയും 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഒച്ചറ ഉത്സവത്തിന് പോയപ്പം ചെറുതായിട്ടൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചപ്പോൾ ആ പോയ പനി വീണ്ടും വന്നു. അതെൻ്റെ കയ്യിലെ കുഴപ്പം കണ്ട പിന്നെയും ഞാൻ വീണ്ടും മരുന്ന് കഴിച്ച് വീണ്ടും കുറഞ്ഞ്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് വീഡിയോസ് ഇടാലും അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ ശോകം. എൻ്റെ ചാനലും വലിയ രീതിയിൽ മൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. അങ്ങനെ പാത്രമെല്ലാം കഴുകി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ലോഷൻ എടുത്തുകൊണ്ട് വന്നതാണ്. ഇവിടെ എല്ലാം തുടച്ചിടുന്നുണ്ട്. മീനൊക്കെ അവിടെ വെച്ച് വെട്ടിയതായതുകൊണ്ട് വാഴ എടുക്കാതിരിക്കാൻ ലോഷൻ ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കല്ലെങ്കിലും എന്നും ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. പിന്നെ അപ്പോൾ അതൊഴിച്ച് ക്ലീൻ ചെയ്ത് അവിടെ എല്ലാം വൃത്തിയാക്കി ഇടുന്നുണ്ട്. എൻ്റെ സൗണ്ടിന് എന്ത് പറ്റിയെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട. പനി കാരണം എൻ്റെ മൂക്കടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് 2 ദിവസമായി, ഇതുവരെ പോസ്റ്റ് ചെയ്യാനും പറ്റിയില്ല. എൻ്റെ കയ്യിൽ വേറെ വീഡിയോ ഒന്നും ഇടാനില്ലാത്തത് കൊണ്ടും ഞാൻ എങ്ങനെയൊക്കെയോ ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ. മെയിനായിട്ട് ഈ ലോങ് വീഡിയോയ്ക്ക് അതിൽ വലിച്ചു നീട്ട് കൂടുതലായതുകൊണ്ട് എനിക്ക് എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പതുക്കെ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്ത് പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ പതുക്കെ എല്ലാം ശരിയാക്കി എടുക്കാം എന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ഇവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി ഗ്യാസ് അടുപ്പെല്ലാം വൃത്തിയാക്കി തുടച്ചിടുന്നുണ്ട്. രാവിലെ ഇവിടെ ദോശയും സാമ്പാറും ആയതുകൊണ്ട് രാവിലത്തെ ദോശ ചുട്ടതിൻ്റെ മാവ് അവിടെ ഇവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരുന്നതാണ്. ഞാൻ ഈ ഗ്യാസ് അടുപ്പ് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ തറയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് പിച്ചാത്തി ഇങ്ങനെ ചുരണ്ടി ഇളക്കി വൃത്തിയാക്കി തുടച്ചിട്ടേ. അങ്ങനെ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ഞാൻ നോക്കിയപ്പോൾ രാവിലത്തെ ചായ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതും ചൂടാക്കി ഒഴിച്ച് കുടിച്ച്. അത് ചായ ആയതുകൊണ്ട് വൈകുന്നേരത്തേക്ക് വെച്ചിരുന്നാൽ പനലായിപ്പം കൊള്ളത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് ആ ചായം കുടിച്ച് അടുപ്പിൻ്റെ കീഴിൽ തന്നെ നിൽക്കുന്നത് ഈ കറിച്ചട്ടി ഒന്ന് ഗ്യാസ് ഓഫാക്കിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് കരിഞ്ഞു പോകും, ഞാനങ്ങ് വിട്ടുപോകും. അങ്ങനെ അതും ഓഫാക്കി അതെടുത്ത് അവിടെ വെച്ച് എല്ലാ അടുക്കള ഒതുക്കി ക്ലീൻ ചെയ്തിട്ട് പോയി. അപ്പോൾ എൻ്റെ ഇന്നത്തെ പണികൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഇതുപോലെ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ.